അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഹുബ്ബി യദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹി യാ ഹബീബ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും കൊണ്ട് നല്ല ഒരു ജീവിതം നയിച്ച് നല്ല മരണം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നാം ആരാണ്, അല്ലെങ്കിൽ നമ്മിലുള്ള പ്രസക്തി എന്തൊക്കെയാണ്, നാം എങ്ങനത്തെ രീതിയിലാണ് ഉണ്ടായിരുന്നത്, നാം എങ്ങനെയൊക്കെയാണ് ലോകത്ത് അറിയപ്പെടേണ്ടത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഒരു സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് ഒന്നൊന്ന് ചിന്തിക്കണം നല്ലതാണ്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നൊരു ഹദീസ്, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫത. നമ്മുടെ മുമ്പത്തൊരവസ്ഥ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 40 ദിവസം നാം ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാം 40 ദിവസം ഇന്ദ്രിയ തുള്ളി മാത്രമായിരുന്നു. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക. പിന്നെ 40 ദിവസം ഒരു രക്തകഷ്ണമായി ആ ഇന്ദ്രിയ തുള്ളിയെ അള്ളാഹു വളർത്തി അതൊരു രക്തകഷ്ണമായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല, നമ്മളെ ഉമ്മയും അറിഞ്ഞിട്ടില്ല, ലോകത്തൊരാളും അറിഞ്ഞിട്ടില്ല, ഒരു ശാസ്ത്രവും കണ്ടിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതായ അത്ഭുതകരമായ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ഒരു മഹാത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയൊന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാളും അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തേണ്ടതാണ്. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ അവിടേക്ക് എത്തൂല. 40 ദിവസം ഇന്ദ്രിയ തുള്ളിയായി, ആ 40 ദിവസം കഴിഞ്ഞിട്ട് അതിനെ അള്ളാഹു വളർത്തിയിട്ട് അതൊരു രക്തകഷ്ണമായിട്ട്, സുമ്മ യകൂനു മുദ്അതൻ മിസ്ല ദാലിക്, പിന്നെ അതുപോലെ 40 ദിവസം ഒരു മാംസകഷ്ണമായി. 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 40 ഇന്ദ്രിയ തുള്ളിയായിട്ട്, രണ്ടാമത്തെ 40 രക്തകഷ്ണമായിട്ട്, മൂന്നാമത് 40 മാംസകഷ്ണമായിട്ട് ഒരു മനുഷ്യ രൂപം ഇങ്ങനെ പ്രാപിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 120 ദിവസം കഴിഞ്ഞപ്പോൾ, 120 ദിവസം എന്ന് പറയുന്ന 4 മാസമാണല്ലോ. ഈ 120 ദിവസം കഴിഞ്ഞ്, അഥവാ 4 മാസം കഴിഞ്ഞപ്പോൾ, സുമ്മ യുർസലുൽ മലക്കു, പിന്നെ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക്. എന്നിട്ടോ ഫയംഫഖു ഫീഹി റൂഹ, എന്നിട്ട് ആ
മനുഷ്യരൂപമുള്ള ആ ഒരു മാംസകഷ്ണത്തിൽ കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈകളും ചെറിയ ഒരു തലയും എല്ലാമുള്ള ആ ഒരു മനുഷ്യരൂപത്തിന് ജീവൻ ഊതുകയാണ്. മലക്ക് ജീവൻ ഊതുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അതുമുതൽ നമ്മൾ അനങ്ങാൻ തുടങ്ങി, നമ്മൾ ചലിക്കാൻ തുടങ്ങി. 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ വളരുകയാണ്. കൈകാലുകൾ എല്ലാമുണ്ട്. നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. എല്ലാം വിശപ്പും ദാഹവുമൊക്കെ നമ്മൾ പരിഹരിക്കുന്നത് നമ്മുടെ ഉമ്മയുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ഉമ്മയുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വയുമറു ബി അർബഇ കലിമാത്ത്, 4 കലിമത്തുകൾ അവനോട്, 4 വാചകങ്ങൾ അവനോട് കൽപ്പിക്കുകയാണ്. അഥവാ അവൻ്റെ റിസ്ക്, അവൻ്റെ ഭക്ഷണം അവിടെ അള്ളാഹു കണക്കാക്കുകയാണ്. അജല്, അവൻ എത്ര കാലം ജീവിക്കുമെന്നുള്ളത് അള്ളാഹ് കണക്കാക്കുകയാണ്. അമല്, അവൻ്റെ പ്രവർത്തനം അള്ളാഹു കണക്കാക്കുകയാണ്. അത് 4മത്തത് അവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ അതൊക്കെയും അള്ളാഹു ഇവിടെ കണക്കാക്കി വെച്ചു. ഹദീസിൻ ഇനിയും തുടരുകയാണ്. നമ്മുടെ വിഷയം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നുള്ളതിൻ്റെ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നാം സന്നദ്ധരാവേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. നാം എങ്ങനെ ഉണ്ടായി, നാം എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ അതിന് ഒരു ഉടമസ്ഥനുണ്ട്, അള്ളാഹു. ആ അള്ളാഹുവാണ് നമുക്കെല്ലാം ചെയ്തു തന്നത്. ആ അള്ളാഹു മാത്രമാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളെത്താൻ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒരു കാരണക്കാരായി. പക്ഷേ അത് കണക്കാക്കിയത് അള്ളാഹുവാണ്. അങ്ങനെ എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഉണ്ടല്ലോ, അവർക്കൊന്നും എല്ലാവർക്കും മക്കളെ കിട്ടുന്നുമില്ലല്ലോ. അള്ളാഹു കണക്കാക്കിയിട്ടില്ല. അള്ളാഹു കണക്കാക്കിയപ്പോൾ അവരൊരു കാരണക്കാരായി അവരിലൂടെ നമ്മൾ പുറത്തു വരികയാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. ആ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ആ അള്ളാഹു ശിക്ഷിച്ചാൽ അത് ന്യായം തന്നെയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം തന്നത്. നിങ്ങൾക്ക് ഭക്ഷണം തന്നതും അള്ളാഹുവാണ്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ആക്കി തന്നതും അള്ളാഹുവാണ്. ഏത് കാലത്ത് ആരും അറിയാതെ ആരും കാണാത്ത ഉമ്മാൻ്റെ ഗർഭപാത്രം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു അറയിൽ നിങ്ങൾ ജീവിക്കുന്ന കാലം മുതൽ നിങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു നാഥനുണ്ട്. നിങ്ങൾക്ക് നേരെ ഭക്ഷണം തരാൻ നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് ആരാ? അള്ളാഹുവാണ്. 4 മാസം നിങ്ങൾ കടന്നു. ഏകദേശം ഒരു 5 മാസം, 5.5 മാസം അല്ലെങ്കിൽ 6 മാസം തന്നെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ജീവനോടെ കിടക്കുകയാണ്. നിങ്ങൾ ഇളകുമ്പോൾ നിങ്ങളുടെ ഉമ്മ വേദനിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾ വിശന്നപ്പോൾ നിങ്ങൾ ഉമ്മാക്കത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഇളകുന്നതും ഒക്കെ ഉമ്മാക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ആ കാലത്ത് പോലും നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം തന്നിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തില്ലെങ്കിൽ, ആ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നന്ദികേട് തന്നെയാണല്ലോ കാണിക്കുന്നത്. ഇത് നമുക്ക് അധികമൊന്നും പറയേണ്ടി വരുന്നില്ലല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചാൽ
ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അല്ലാഹു തആല എത്രയോ സൗകര്യങ്ങൾ അല്ലാഹു ഇനിയും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗമാകുന്ന വീട്. ഇവിടെ ചെറിയൊരു അറയിലാണ് നമ്മൾ ചെറിയൊരു ഇരുട്ട് റൂമിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് നമ്മൾ താമസിച്ചു. വിശാലമായി ആകാശഭൂമികൾക്കപ്പുറം വിശാലതയുള്ള, നിങ്ങളെ കൊതിക്കുന്നതെന്തും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നത. അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്ക് 2 സ്വർഗം അല്ലാഹു ഏതായാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, എത്രത്തോളം അത്ഭുതമാണ്. അല്ലാഹു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ഒരായത്തിൽ 2 സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്വർഗം നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച റബ്ബിനെ വണങ്ങാൻ, ആ റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്യാൻ നാം സന്നദ്ധരാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള അറിവുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഓരോ ദിവസവും ലഭ്യമാകും. അതുകൊണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കുറേ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. ഉപകാരപ്പെടുന്ന അറിവ് നാം കാരണം മറ്റുള്ളവർക്കും കൂടെ ലഭ്യമായാൽ അതിനൊരു കൂലി അല്ലാഹു നമുക്ക് പരലോകത്ത് തരുമല്ലോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.